ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു കുക്കിംഗ് അറ്റ് മേഫ്ലവർ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ക്രിസ്മസ് റെസിപ്പിയുമായിട്ടാണ്. ഒരു ഈസി ഫ്രൂട്ട് കസ്റ്റർഡാണ് ഞാനിവിടെ ചെയ്യുന്നത്. നിങ്ങളെല്ലാവർക്കും തന്നെ ചെയ്യാൻ അറിയാൻ പറ്റുന്ന റെസിപ്പിയാണ്. ഇത് ഞാൻ എൻ്റെ രീതിയിൽ എങ്ങനെയാണ് പെർഫെക്റ്റ് ആയിട്ട് ചെയ്യുന്നതെന്ന് കാണിച്ചു തരാം. അതിനും ഞാൻ നിങ്ങളെ പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ്, എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനും അതിനടുത്ത് കാണുന്ന ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. എന്നാൽ മാത്രമേ ഞാൻ ഇന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് കിട്ടിയുള്ളൂ. ഇനി നമുക്ക് ഈ ഫ്രൂട്ട് കസ്റ്റർഡ് ഉണ്ടാക്കാൻ തുടങ്ങാം. അഭിക്കുട്ടി എങ്ങനെയുണ്ട്? കസ്റ്റേർഡിന് ആവശ്യമുള്ള പാലാണിത്. ഞാനിവിടെ ഫുൾ ക്രീം മിൽക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇനി വേണ്ടത് കസ്റ്റർഡ് പൗഡർ, ആവശ്യത്തിന് പഞ്ചസാര. ഇനി നമുക്ക് ആവശ്യമുള്ളത് മിൽക്ക് മെയ്ഡ് ആണ്. പിന്നെ വേണ്ടത് വാനില എസൻസും. മിൽക്ക് മെയ്ഡ് ഓപ്ഷണൽ ആണ്, നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഉപയോഗിച്ചാൽ മതി. മിൽക്ക് മെയ്ഡ് ചേർക്കുമ്പോഴത്തേക്കും നമ്മുടെ കസ്റ്റർഡിന് കുറച്ചുകൂടി ടേസ്റ്റ് ഉണ്ടാവും, അതുകൊണ്ടാണ് ഞാനിത് ഉപയോഗിച്ചിരിക്കുന്നത്. ആദ്യമായി നമുക്ക് കസ്റ്റർഡ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഇതുപോലെയുള്ളൊരു സോസ് പാനിലേക്കോ ചൂട് കട്ടിയുള്ള പാനിലേക്കോ നമുക്ക് പാൽ ഒഴിച്ചു കൊടുക്കാം. ഞാൻ 250 ml കപ്പാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഞാനിവിടെ 4 കപ്പ് പാലാണ് ഇതിനു വേണ്ടി എടുത്തിരിക്കുന്നത്. ഈ കസ്റ്റർഡ് പൗഡർ നമുക്കൊന്ന് കലക്കി വെക്കണം. അതിനായി ഒരു ബൗളിലേക്ക് 4 ടേബിൾ സ്പൂൺ കസ്റ്റർഡ് പൗഡർ ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് കുറേശ്ശെ പാലൊഴിച്ച് ഈ കസ്റ്റർഡ് ഒട്ടും കട്ടയില്ലാതെ കലക്കി വെക്കണം. ഞാനിവിടെ 1/2 കപ്പ് പാലാണ് ഇത് കലക്കി വെക്കാൻ വേണ്ടി എടുത്തിരിക്കുന്നത്. ചെറിയ ചൂടുള്ള പാൽ ഉപയോഗിച്ചാണ് ഞാനിവിടെ കസ്റ്റർഡ് കലക്കി എടുത്തിരിക്കുന്നത്. ഇപ്പോൾ കസ്റ്റർഡ് എല്ലാം നല്ലതുപോലെ കലക്കി എടുത്തു കഴിഞ്ഞ് ഇത് നമുക്ക് ഒരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇനി നമുക്ക് പാലിലേക്ക് ആവശ്യത്തിന് പഞ്ചസാര ഇട്ട് കൊടുക്കാം. പഞ്ചസാരയുടെ അളവ് നിങ്ങളുടെ ഇഷ്ടമനുസരിച്ച് ചേർക്കാം. മധുരം കൂടുതൽ ആവശ്യമുണ്ടെങ്കിൽ മധുരം കൂടുതൽ ചേർക്കാം, കുറച്ചാണെങ്കിൽ അങ്ങനെ ചേർത്താൽ മതി. നമ്മൾ മിൽക്ക് മെയ്ഡ് ഉപയോഗിക്കുമ്പോഴത്തേക്കും മിൽക്ക് മെയ്ഡിന്റെ മധുരവും കൂടെ ഉണ്ടാവും. അപ്പോൾ പഞ്ചസാരയുടെ അളവ് അതനുസരിച്ച് കുറക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കണം. പഞ്ചസാര ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഈ പാലൊന്ന് സ്റ്റവിൽ വെക്കാം. പാല് സ്റ്റവിൽ വെച്ചതിന് ശേഷം നന്നായിട്ട് സ്പൂൺ കൊണ്ട് ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ ചിലപ്പോൾ അടിയിൽ കരിഞ്ഞു പിടിക്കാൻ സാധ്യതയുണ്ട്. ഫുൾ ഫാറ്റ് പാലായതുകൊണ്ട് പെട്ടെന്ന് അടിയിൽ പിടിക്കും, അത് നിങ്ങളൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം. പാല് ചെറുതായിട്ടൊന്ന് ചൂടായി വരുമ്പോഴത്തേക്കും നമുക്ക് കലക്കി വെച്ചിരിക്കുന്ന കസ്റ്റർഡ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. പാല് കൂടുതൽ തിളക്കുകയോ ചൂടാവുകയോ ഒന്നും വേണ്ട. നമ്മൾ കൈകൊണ്ട് തൊട്ട് നോക്കുമ്പോഴത്തേക്കും ചൂടുള്ള ഒരു പാകമാകുമ്പോഴത്തേക്കും നമുക്ക് കസ്റ്റർഡ് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. കസ്റ്റർഡ് പാലിലേക്ക് ഒഴിച്ചതിന് ശേഷം കൈ എടുക്കാതെ നല്ലതുപോലെ ഇളക്കി കൊടുക്കണം. പാലിലേക്ക് കസ്റ്റർഡ് ഒഴിച്ചതിന് ശേഷം സ്പൂൺ കൊണ്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ കസ്റ്റർഡ് പൗഡർ ഇങ്ങനെ കട്ട പോലെ ആവും, അല്ലെങ്കിൽ അടിയിലൊക്കെ പിടിക്കും. സ്റ്റവ് ഒരു ലോ മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഒരു 5-6 മിനിറ്റ് നല്ലതുപോലെ ഇളക്കി കൊടുക്കണം. ഒരു 5-6 മിനിറ്റ് ആകുമ്പോഴത്തേക്കും കസ്റ്റർഡ് നല്ലതുപോലെ കുറുകി വരും. അപ്പോൾ നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. അപ്പോൾ നമ്മുടെ കസ്റ്റർഡ് കുറുകി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്തതിന് ശേഷം ഒന്ന് മാറ്റി വെക്കാം. സ്റ്റവ് ഓഫ് ചെയ്തതിന് ശേഷം കസ്റ്റർഡ് ഒന്ന് നന്നായിട്ട് സ്പൂൺ കൊണ്ട് ഇളക്കി കൊടുക്കണം. ഇപ്പോൾ കസ്റ്റർഡ് ചൂട് കുറച്ച് കുറഞ്ഞു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്കൊരു 3-4 തുള്ളി വാനില എസൻസും കൂടെ ചേർത്ത് കൊടുക്കണം. വാനില എസൻസ് ഓപ്ഷനിലാണ്, നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ചേർത്താൽ മതി. റെഡിയാക്കി വെച്ചിരിക്കുന്ന കസ്റ്റർഡ് നമുക്ക് ഇതുപോലുള്ള ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മൾ ഫ്രിഡ്ജിൽ കസ്റ്റർഡ് വെക്കുന്ന ഏത് പാത്രമാണോ അതിലേക്ക് ഒഴിച്ചു കൊടുത്താൽ മതി. മിൽക്ക് മെയ്ഡ് ചേർക്കുന്നുണ്ടെങ്കിൽ ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് മിൽക്ക് മെയ്ഡും കൂടെ ഒഴിച്ചു കൊടുക്കാം. മിൽക്ക് മെയ്ഡ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഓപ്ഷനാണ്, നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ചേർത്താൽ മതി. ഞാനിവിടെ 1/2 കപ്പ് മിൽക്ക് മെയ്ഡ് ചേർക്കുന്നുണ്ട്. മിൽക്ക് മെയ്ഡ് ചേർത്തതിന് ശേഷം സ്പൂൺ കൊണ്ട് കസ്റ്റർഡ് മിൽക്ക് മെയ്ഡും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിക്കണം. സമയത്ത് മധുരം കുറവുണ്ടെന്ന് തോന്നിയാൽ ആവശ്യത്തിന് പഞ്ചസാര വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. കസ്റ്റർഡ് നല്ലപോലെ തണുത്തതിന് ശേഷം ക്ലിംഗ് റാപ്പ് കൊണ്ട് മൂടി പാത്രം ഫ്രിഡ്ജിൽ സെറ്റ് ചെയ്യാൻ വെക്കാം. ഇത് കസ്റ്റർഡിന് ആവശ്യമായ ഫ്രൂട്ട്സ് ആണ്. ഞാനിവിടെ ഉപയോഗിച്ചിരിക്കുന്നത് ആപ്പിൾ, പഴം, മാന്തള നാരങ്ങ പൊടിച്ചത്, മുന്തിരി ഇവയാണ്. ഫ്രൂട്ട് കസ്റ്റർഡിന് നമുക്ക് ഇഷ്ടമുള്ള ഏത് ഫ്രൂട്ട്സ് വേണമെങ്കിലും ഉപയോഗിക്കാം. പക്ഷെ ഓറഞ്ച് ഒന്നും ഉപയോഗിക്കാത്തതാണ് നല്ലത്. പൈനാപ്പിൾ ഉപയോഗിക്കുകയാണെങ്കിൽ പൈനാപ്പിൾ ഒന്ന് പഞ്ചസാരയിൽ ഇട്ടൊന്ന് കുക്ക് ചെയ്തിട്ട് വേണം ഉപയോഗിക്കാനായിട്ട്. നല്ല പഴുത്ത മാങ്ങ കസ്റ്റർഡിന് ഉപയോഗിക്കുന്നത് വളരെ നല്ലതാണ്. മാർക്കറ്റിൽ കിട്ടാനില്ലാത്തതുകൊണ്ടാണ് ഞാനത് കസ്റ്റർഡിൽ ഉപയോഗിക്കാതിരുന്നത്. ഇപ്പോൾ കസ്റ്റർഡ് ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഒരു 2-3 മണിക്കൂറെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് തുറന്ന് നോക്കാം. നല്ല തണുത്തൊക്കെ വന്നിട്ടുണ്ട്. ഫ്രൂട്ട് സാലഡ് എങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നതെന്ന് നോക്കാം. നമ്മൾ കഷ്ണങ്ങളാക്കി മുറിച്ച് വെച്ചിരിക്കുന്ന ആപ്പിളും പഴവും എല്ലാം ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം.
ഇനി ഫ്രൂട്ട്സിലേക്ക് നമുക്ക് കുറച്ച് പഞ്ചസാര ഇട്ട് നല്ലതുപോലെ മിക്സ് ചെയ്ത് വെക്കാം. ഇങ്ങനെ പഞ്ചസാര മിക്സ് ചെയ്ത് വെക്കുമ്പോഴത്തേക്കും ഈ മുറിച്ച് വെച്ചിരിക്കുന്ന ഫ്രൂട്ട്സിന്റെ കളറൊന്നും മാറൂല. ഇനി നമുക്ക് പുഡിംഗ് ബൗളിലേക്ക് കുറച്ച് ഫ്രൂട്ട്സ് ഇട്ട് കൊടുക്കാം. ഇനി ഫ്രൂട്ട്സിന്റെ പുറത്തേക്ക് റെഡിയാക്കി വെച്ചിരിക്കുന്ന കസ്റ്റേർഡും കൂടി ഇട്ട് കൊടുക്കാം. അതിന്റെ പുറത്ത് നമുക്ക് കുറച്ച് മാതള നാരങ്ങയുടെ അല്ലികളിട്ട് ഡെക്കറേറ്റ് ചെയ്യാം. ചെറിയൊക്കെ ആണെങ്കിൽ അത് വെച്ച് നമുക്ക് ഡെക്കറേറ്റ് ചെയ്യാം. വളരെ ഈസിയും ടേസ്റ്റിയും നല്ല കളർഫുള്ളുമായ ഫ്രൂട്ട് കസ്റ്റർഡ് റെഡി ആയി കഴിഞ്ഞാൽ ഈ ക്രിസ്മസിന് നമുക്ക് വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഡെസേർട്ടാണിത്. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. ഞാൻ പറയുന്ന മെഷർമെന്റിൽ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഒരു 10 പേർക്ക് കഴിക്കാനുള്ള ഫ്രൂട്ട് സാലഡ് ഉണ്ടാകും. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. തീർച്ചയായും നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെടും. ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും ഷെയറും കമന്റും ഒപ്പം സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.